അമേരിക്കൻ റാപ്പറായ ഡിഡി നടത്തിയിരുന്ന സ്വകാര്യ പാർട്ടികളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചാ വിഷയം. ഈ പാർട്ടികളിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും ഫോട്ടോകളും വീഡിയോകളും അവർക്ക് വന്നിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങളും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടികളിൽ പങ്കെടുത്തിരുന്ന സെലിബ്രിറ്റീസിൻ്റെ ഉന്നതരായിട്ടുള്ള ആളുകളുടെയും ഫോട്ടോകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഡിഡി പാർട്ടികളിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോകളും വീഡിയോകളുമുണ്ട്. സത്യത്തിൽ ആരാണ് ഈ ഡിഡി? എന്താണ് ഡിഡിയുടെ പാർട്ടികളിലെ ഏറ്റവും വലിയ പ്രത്യേകത? എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഏറ്റവും ഒടുവിൽ ഡിഡി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ആദ്യം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടി വളരെ ചുരുക്കി കാര്യം ഞാനൊന്ന് പറയാം. സീൻ ജോൺ കോംസ് എന്ന അമേരിക്കൻ റാപ്പറാണ് ഡിഡി എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള പാർട്ടികൾ നടത്താറുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈലി എക്സ്ക്ലൂസീവായിട്ട്, വളരെയധികം ലക്ഷൂറിയസ് ആയിട്ട്, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഒരുപാടധികം ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പങ്കെടുക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടികളൊക്കെ തന്നെ നടത്താറുള്ളത്. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആളുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. അതുപോലെ തന്നെ ബിയോൺസി, ജേ-സി, കിം കർദാഷിയൻ, വിൽ സ്മിത്ത്, ലിയോണാർഡോ ഡികാപ്രിയോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം ആളുകൾ വ്യത്യസ്ത മേഖലകളിലുള്ള ഫാഷൻ, ഹോളിവുഡ്, ബിസിനസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാടധികം ആളുകൾ ഡിഡി നടത്തിയിരുന്ന ഈ സ്വകാര്യ പാർട്ടികളിലൊക്കെ തന്നെയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഈ പാർട്ടിയിൽ ഇത്രയധികം പ്രശ്നമുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നിലവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും സെക്ഷൽ അസാൾട്ടും റേപ്പും അങ്ങനെ തുടങ്ങിയിട്ട് 25ഓളം കേസുകളുടെ ഭാഗമായിട്ട് ഡിഡി എന്ന റാപ്പർ ഇപ്പോൾ ജയിലുകൾക്കകത്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ആരാണ് ഈ ഒരു ഡിഡി? എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് അദ്ദേഹം ഈ പാർട്ടി നടത്തിയിട്ടുള്ളത്? ഇത്രയും മോശപ്പെട്ട രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ നിലയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഡിഡിയുടെ കുട്ടിക്കാലം വളരെയധികം ദുരിതപൂർണ്ണമായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിച്ച് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അമ്മയാണ് അദ്ദേഹത്തെയും സഹോദരങ്ങളെയും ഒക്കെ തന്നെയും നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. അമ്മ ഒരു മോഡലായിരുന്നു. എങ്കിൽ കൂടെയും 4ഓളം ജോലികൾ ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഡിഡിയെയും സിബ്ലിങ്സിനെയും ഒക്കെ തന്നെയും നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അദ്ദേഹം ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ പാഷൻ അതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡ്രോപ്പ് ഔട്ട് ആവുകയും മ്യൂസിക്കിലേക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം ആത്മാർത്ഥമായിട്ട് കഠിനമായിട്ട് ആ മേഖലയിൽ പരിശ്രമിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 1990കൾ എത്തുമ്പോഴേക്ക് തന്നെ ഒരുപാടധികം സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പതിയെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് പോലും ഡിഡി ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പോൾ വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാടധികം ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കൂടെ ഡിഡിക്ക് സാധ്യമാകുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള പാർട്ടികളൊക്കെ തന്നെ നടത്താൻ ആരംഭിക്കുന്നത്. ഹൈലി ലക്ഷൂറിയസ് ആയിട്ടുള്ള നിലയിലായിരുന്നു അദ്ദേഹം ഈ പാർട്ടികളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ സുഹൃത്ത് ബന്ധത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ആളുകളെ, പ്രത്യേകിച്ച് ഒരുപാടധികം സെലിബ്രിറ്റീസിനെ അദ്ദേഹം ഈ ഒരു പാർട്ടികളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ഒരുപാടധികം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. മ്യൂസിക് കൂടാതെ മറ്റു പല മേഖലകളിലേക്ക് കൂടെ ഡിഡി കൈവെക്കുന്നുണ്ട്. ബിസിനസ്സിലേക്ക് കൂടെ കാര്യമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്താൻ കൂടെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ഡിഡിക്ക് സാധ്യമാകുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതും ഒരുപാടധികം കേസുകൾ അദ്ദേഹത്തിന് നേർക്ക് വരുന്നതും ഏറ്റവും ഒടുവിൽ ജയിലിൽ അകപ്പെടാൻ പോലും കാരണമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന കെ-സി വെഞ്ചൂറ എന്ന സിംഗർ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി നൽകിയതോടുകൂടിയിട്ടാണ്, ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയിട്ടാണ്. 2023 നവംബർ മാസത്തിലാണ് അവരൊരു പരാതി ഡിഡിക്കെതിരായിട്ട് സമർപ്പിക്കുന്നത്. കെ-സി ആദ്യമായിട്ട് ഡിഡിയുടെ അടുത്തെത്തുന്നത് അവരുടെ 19ാമത്തെ വയസ്സിലാണ്. പിന്നീട് അങ്ങോട്ട് ഏറെക്കുറെ 10 വർഷത്തോളം ഇവരുടെ ഈ ഒരു റിലേഷൻ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലയളവിലായിട്ട് ഫിസിക്കലിയും ഇമോഷണലിയും അതുപോലെ തന്നെ സെക്ഷലിയും ഒക്കെ ആയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ ഡിഡിയുടെ പക്കൽ നിന്ന് നേരിട്ടിട്ടുണ്ട്
നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു KCയുടെ പരാതി. വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ക്രൂരമായ നിലയിൽ ഈ പാർട്ടിയുടെ ഇടയിൽ വെച്ച് പോലും തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രഗ് നൽകിയ ശേഷം മറ്റ് സെക്സ് വർക്കേഴ്സിൻ്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഡിഡി നിർബന്ധിക്കുമായിരുന്നു. മാത്രവുമല്ല ഇത് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടുപോകുമായിരുന്നു. ഡിഡിക്കൊരു പൂർണ്ണമായ ഒരു കൺട്രോളിങ് ബിഹേവിയർ ആയിരുന്നു. അയാൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യണമായിരുന്നു. അയാളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ അയാൾ സമ്മതിക്കില്ലായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഇത്തരം പല കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം നടത്തുന്ന ഈ പാർട്ടികളിലൊക്കെ തന്നെ നടക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളാണ് KC എന്ന ഡിഡിയോട് റിലേഷനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഡിഡിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സ്ത്രീക്ക് വിശദീകരിക്കാനുണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു കേസ് മുന്നോട്ട് വന്നതോട് കൂടിയിട്ട് ഡിഡിക്കെതിരായിട്ട് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും പല സ്ത്രീകളും ഇതുപോലെ തന്നെ രംഗത്തേക്ക് വരികയാണ്. ചില പുരുഷന്മാരും ഡിഡിക്കെതിരായിട്ട് രംഗത്തേക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ തന്നെ 16ാമത്തെ വയസ്സിൽ ഡ്രഗ് നൽകിയിട്ട് ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ഡിഡിയും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. തൻ്റെ 17ാമത്തെ വയസ്സിൽ ഇതേ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു വന്നിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഡ്രഗ് നൽകിയതിന് ശേഷം തന്നെ മറ്റു പ്രോസ്റ്റിറ്റ്യൂട്ടുകളോടൊപ്പം കിടക്കാൻ വേണ്ടി ഡിഡി നിർബന്ധിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു വ്യക്തി രംഗത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരാതികൾ, വളരെ മോശപ്പെട്ട നിലയിലുള്ള പരാതികൾ ഡിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ നടത്തിയിരുന്ന പാർട്ടിയിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പറഞ്ഞ് മുന്നോട്ടേക്ക് വരികയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 2024 മാർച്ച് മാസത്തിൽ ഫെഡറൽ ഏജൻസ് ഡിഡിയുടെ വീടുകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും റെയ്ഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവിടെ നിന്നും അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ 1000-ഓളം ബേബി ഓയിലിൻ്റെ ബോട്ടിലുകളും അതുപോലെ തന്നെ ലൂബ്രിക്കൻസിൻ്റെ ബോട്ടിലുകളും ലഭിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. എന്തിനാണ് ഇത്രയധികം ബേബി ഓയിലും ലൂബ്രിക്കൻസും ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഡിഡി നടത്തുന്ന പാർട്ടികളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയധികം ബേബി ഓയിലും ലൂബ്രിക്കൻസും ഒക്കെ തന്നെയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഇത്രയധികം ബേബി ഓയിൽസ്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ ആയിരിക്കും. വിശദമായ നിലയിൽ തന്നെ ഡിഡി നടത്തിയിരുന്ന പാർട്ടികളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 2 തരത്തിലുള്ള പാർട്ടികൾ ഡിഡി നടത്തിയിരുന്നു. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒരുപാടധികം സെലിബ്രിറ്റീസിനെയും ആളുകളെയും ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് വൈറ്റ് പാർട്ടി എന്നാണ്. പേര് പോലെ തന്നെ ഈ ഒരു പാർട്ടിക്ക് വരുന്ന ആളുകളൊക്കെ തന്നെയും വെള്ള വസ്ത്രം ധരിച്ചു വേണം ഈ ഒരു പാർട്ടിക്ക് എത്തിച്ചേരാനായിട്ട്. മാത്രമല്ല ഈ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തുള്ള ഡെക്കറേഷൻസ് മുഴുവനും വെള്ള നിറത്തിലായിരിക്കും. പൂർണ്ണമായിട്ടും വെള്ളമയമായിരിക്കും ആ ഒരു മേഖല മുഴുവനായിട്ടും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യം നോക്കുമ്പോൾ മുമ്പ് പരാമർശിച്ചതുപോലെ തന്നെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, ഫാഷൻ, ബിസിനസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലൊക്കെ തന്നെയും വളരെയേറെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ പാർട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഡിഡി ഓൾറെഡി ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റാപ്പറാണ്. വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരുപാടധികം ആളുകളുണ്ട് എന്ന കാര്യം കൊണ്ടൊക്കെ തന്നെയും വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാടധികം ആളുകളെ ഇത്തരം പാർട്ടികളിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു. ഇനി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാടധികം ആളുകളെ പരിചയപ്പെടാൻ കിട്ടുന്ന പുതിയ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് പല ആളുകളും ഡിഡിയുടെ ഈ പാർട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും ഡിഡിയുടെ പാർട്ടികളിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മ്യൂസിക്കും അത്യാവശ്യത്തിലധികം ലഹരിയും ഒക്കെ തന്നെ ഒഴുകുന്ന ഈ ഒരു പാർട്ടികളിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പെൺകുട്ടികളെ കൂടെ ഇറക്കുമായിരുന്നു. അതിൽ ചില ആളുകളൊക്കെ തന്നെയും പാർഷ്യലി നേക്കഡ് ആയിരിക്കും, ചില ആളുകളൊക്കെ തന്നെയും ടോപ്ലെസ് രീതിയിലായിരിക്കും ഈ പാർട്ടിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ഒരു സമയം ചിലവഴിക്കുന്നത്. ഇത്തരം രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മയക്കുമരുന്നുകൾ, ഡ്രഗുകളൊക്കെ തന്നെയും ഈ ഒരു പാർട്ടിയിൽ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് പലതരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളും ഈ ഒരു പാർട്ടിയുടെ അകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു പാർട്ടി പൂർണ്ണമായിട്ടും നടന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഡിഡി നടത്തിയിരുന്ന വൈറ്റ് പാർട്ടിയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലായിരുന്നു. പക്ഷേ ഇവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ പാർട്ടിക്ക് ശേഷം അതീവ രഹസ്യമായിട്ട് ഡിഡി തൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകളെല്ലാം കൂടെ വിളിച്ചു ചേർത്തിട്ട് അവർക്ക് പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ നൽകിയിട്ട് മറ്റൊരു പാർട്ടി കൂടെ നടത്താറുണ്ട്.
ഫ്രീക്ക് ഓഫ് പാർട്ടി എന്നൊക്കെ പേരിലാണ്, ഡിഡിയുടെ ഫ്രീക്ക് ഓഫ് പാർട്ടി എന്നുള്ള പേരിലൊക്കെ തന്നെയാണ് ഈ ഒരു പാർട്ടിയെ കാസി വിശദീകരിക്കുന്നത്, അഥവാ ഡിഡിയുടെ എക്സ് ലവർ ആയിട്ടുള്ള എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സ്ത്രീ വിശദീകരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മൾട്ടി ഡേ ഗ്യാതറിംഗ് പോലെയാണ്. അതായത് വൈറ്റ് പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഫ്രീക്ക് ഓഫ് പാർട്ടി നടത്തുന്നത്. മാത്രമല്ല ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് പാർട്ടിയെക്കാളും വളരെയധികം മോശം രീതിയിലാണ് ഇതിനകത്ത് വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഒരു എക്സ് റേറ്റഡ് ഇവൻ്റ് ആയിരുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ വിശദീകരിക്കാം. അതായത് വ്യത്യസ്ത അഡൽട്ട് പെർഫോമൻസുകളും മറ്റുമൊക്കെ ഈ ഒരു പാർട്ടിയുടെ അകത്ത് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെയും വേണ്ടിയിട്ട് സെക്സ് വർക്കേഴ്സിനെ, പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ തന്നെ ഈ ഒരു രഹസ്യ പാർട്ടിയിലേക്ക് ഡിഡി കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇത് വൈറ്റ് പാർട്ടിയെ അപേക്ഷിച്ചുകൊണ്ട് വളരെയധികം സീക്രറ്റീവായിട്ട് വളരെയേറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു. മാത്രമല്ല ഈ ഒരു പാർട്ടിയിൽ മറ്റു പാർട്ടികളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇല്ലീഗൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഒഴുകുമായിരുന്നു. സെക്ഷുവലി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാം കൂടെ നടക്കുന്ന രീതിയിലായിരുന്നു ഡിഡിയുടെ ഒരു ഫ്രീക്ക് ഓഫ് പാർട്ടികൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ എന്തിനാണ് 1000ഓളം ബോട്ടിലുകൾ ബേബി ഓയിലുകളും അതുപോലെ തന്നെ ലൂബ്രിക്കൻസും ഇവർ ശേഖരിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ചില വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ വിശദീകരിക്കുന്നത് ഈ ഒരു ലൂബ്രിക്കൻസിലും അതേപോലെ ബേബി ഓയിലുകളും ഒക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് മിക്സ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് റൊഹോയ്പ്നോൾ അതേപോലെ തന്നെ GHB തുടങ്ങിയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നിരോധിത മരുന്നുകളൊക്കെ തന്നെയും കലർത്തിയതിന് ശേഷം ഈ ഓയിലുകൾ പാർട്ടികളിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ പുരട്ടി നൽകുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് അവരുടെ ഒക്കെ തന്നെയും സ്കിന്ന് ഈ ഒരു ലഹരിയെ അബ്സോർബ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഇവരുടെ ഒക്കെ ശരീരത്തിലേക്ക് അമിതമായ തോതിൽ തന്നെ ലഹരി ഇരച്ചു കയറുന്നത്. ഈ ലഹരിയുടെ ആസക്തിയിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് എല്ലാം മതി മറന്നുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ഡിഡിയുടെ ഈ പാർട്ടികളിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകൾ അതിനകത്ത് ചെയ്തു കൂട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സ്ത്രീകൾ വളരെ മോശം രീതിയിലൊക്കെ തന്നെയും ഉപദ്രവിക്കപ്പെടാറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒക്കെ തന്നെയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ ഡിഡി എടുത്തു വെക്കാറുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പല ആളുകളെയും ഭീഷണിപ്പെടുത്താൻ കൂടെ ഡിഡി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന വിക്ടിംസ് ആയിട്ടുള്ള പല ആളുകളും രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ തന്നെയും പുറം ലോകത്തോട് അവർ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 16 ഡിഡി അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. നിലവിൽ 1995 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന അദ്ദേഹം കാരണമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ നേരിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ള 25ഓളം പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ജയിലിനകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റോപ്പയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണും. എന്താണ് ഡിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആരാണ് ഡിഡി, എന്തെല്ലാം കാര്യങ്ങളാണ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യ പാർട്ടികളിൽ അരങ്ങേറുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. വളരെയേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഡ്രഗുകളൊക്കെ തന്നെയാണ്, അതും അമിതമായിട്ടുള്ള തോതിലൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൈവറ്റ് പാർട്ടികൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു പാർട്ടികളിൽ ഒഴുകുന്ന ഇല്ലീഗലായിട്ടുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന പല സെലിബ്രിറ്റീസിൻ്റെയും ജീവിതം പിന്നീട് പൂർണ്ണമായിട്ടും വളരെ മോശം രീതിയിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.